കാക്കനാട് വീടുകളിലെ ഭിത്തിയിൽ കറുത്ത പെയിന്റ് അടിച്ച നിലയിൽ. പ്രായമായ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിലെ ഭിത്തിയിലാണ് കറുത്ത പെയിന്റ് അടിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടാതെ കാക്കനാട് അത്താണി കീരേഴിമല 21 കോളനിയിലെ പൊതുകിണറിൽ കറുത്ത പെയിന്റ് ഒഴിച്ച് കുടിവെള്ളം മുട്ടിച്ചതായും പ്രദേശവാസികൾ പറഞ്ഞു. കുമാരി ബാലന്റെയും ഉമൈബ നസീറിന്റെയും വീടിന്റെ ഭിത്തിയിൽ കറുത്ത പെയിന്റ് കണ്ടെത്തിയത്. കൂടാതെ ഉമൈബ നസീറിന്റെ വീടിന്റെ മതിലിലും വാതിലിന്റെ താഴിലും കറുത്ത പെയിന്റ് അടിച്ച നിലയിലാണ്. വീട്ടിലെ പൈപ്പുകൾ തകർത്തതായി കുമാരി ബാലൻ ഫ്ലാഷ് ന്യൂസിനോട് പറഞ്ഞു. ഭീതിയോടെയാണ് കുടുംബങ്ങൾ കഴിയുന്നത്. പൊതുകിണർ ശുദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചാണ് വാർഡ് തൃക്കാക്കര കൗൺസിലർ നഗരസഭയിൽ 32-ാം വാർഡ് ഹെൽത്ത് സംഭവത്തിൽ സെന്ററിലെ തൃക്കാക്കര പോലീസ് 21-ാം അന്വേഷണം കോളനിയാണ് ഇപ്പോൾ ആരംഭിച്ചു. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ആളുകൾ എന്നാണ് പറയപ്പെടുന്നത്, അവര് കുറച്ചധികം വീടുകളിൽ കറുത്ത പെയിന്റ് അടിക്കുകയും ആകെയുള്ള ഒരു കുടിവെള്ള സ്രോതസ്സാണ് ഈ കീരേലിമല 21 കോളനിയുള്ളത്. ആ കിണറിലേക്ക് പെയിന്റ് ഒഴിച്ച് ഇത് മലിനമാക്കുകയും ഇവർക്ക് കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ 2 മാസം മുമ്പാണ് ഇത് ക്ലീൻ ചെയ്തത്. എന്നാൽ ഇന്നിപ്പോൾ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടിട്ട് അടിയന്തരമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഈ ഭാഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പല ഭാഗത്തും ലഹരി മരുന്ന് മാഫിയയുടെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം ഇവർക്കാണെങ്കിൽ രാത്രിയൊന്നും വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കുറെ കുട്ടികൾ അടക്കമുള്ള ആളുകൾ ആ സ്റ്റെപ്പ് വഴി കയറി വീട്ടിലേക്ക് മുട്ടിയിട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഗുരുതരമായ വളരെ പ്രശ്നങ്ങളുള്ള ഏരിയയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ഇതൊന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാ ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഈ കിണറ്റില് പെയിന്റ് ഇട്ടതിനോടൊപ്പം തന്നെ ഈ കുറച്ച് വീടുകളിൽ കറുത്ത പെയിന്റ് അടിച്ചിട്ടുണ്ട്. ചില ബൾബുകളിൽ കറുത്ത പെയിന്റ് അടിച്ച് വീടിന്റെ വാതിലുകളിലൊക്കെ അടിച്ച് ഒരു ഭീകരാന്തരീക്ഷം ആളുകൾക്ക് ഭീതി തോന്നുന്ന തരത്തിലുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ആയാലും കുറെ ആളുകൾ ഈ വഴിയൊക്കെ നടന്നു പോകുന്നുണ്ട്. സാധാരണക്കായ ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഉത്കണ്ഠയും ആശങ്കയും ഉണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ ഞാൻ ഒറ്റയൊക്കെ ജീവിക്കണത്. എനിക്കിവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ആദ്യം പടിഞ്ഞപ്പുറത്ത് പൈപ്പ് ചവിട്ടി പിടിച്ചു. പിന്നെ ഈ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാത്രി ഒന്ന് വാതിൽ 8-3-4 പ്രാവശ്യം മുട്ടി. ഇന്നലെ രാവിലെ ഞാൻ ഒരു കൊച്ചിനെ നോക്കാൻ പോകണം. രാവിലെ പണിക്ക് പോകുമ്പോൾ ഇതൊന്നുമില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരുമ്പോഴാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. എനിക്കിവിടെ എനിക്ക് മനസ്സമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഈ തരങ്ങളെ കാണിക്കുന്നത്.